ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നതാ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിന്ന് കേട്ടോ. ഇന്ന് ഒരുപാട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാ നോക്കിയിട്ട് നല്ല ഏട്ടക്കറി ഉണ്ട് കേട്ടോ. ഏട്ടക്കറി മുകളിട്ട് വെച്ചാന്ന് മറ്റെപ്പോഴും ഇവിടെ എന്താ പറയുക മല്ലിപ്പൊടി കൊത്തമ്പാരി അരച്ചിട്ട് വെക്കലുണ്ട് കേട്ടോ. കൊത്തമ്പാരി എന്ന് വെച്ചാൽ മല്ലിപ്പൊടി എന്നിട്ടാ പറയാം. മല്ലിപ്പൊടി തേങ്ങയെല്ലാം വറുത്തരച്ചിട്ട് വെക്കലുണ്ട്. പക്ഷെ ഇന്ന് ഇതിൻ്റെ സിമ്പിളായിട്ട് ഇതുപോലെ വെച്ചു കേട്ടോ. അതാ തലയെല്ലാം മിക്സ് ആക്കിയിട്ട് മുകളിട്ട് വെക്കും ഇതിന്. പിന്നെ മോര് കറി ഉണ്ട് കേട്ടോ. ഇന്ന് പിന്നെ കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആക്കിയതുകൊണ്ട് ഉപ്പേരിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. മറ്റെന്തെങ്കിലും ഉപ്പേരിയും ഒരു കറിയും ഉണ്ടാവലുണ്ട്. അപ്പം ഇന്ന് അവർ സ്കൂളിൽ എന്ന് വെച്ചാൽ നോൺ വെജ് ഒന്നും കൊടുത്തു വിട്ടൂടാ കേട്ടോ. ചിക്കന് മീനൊന്നും കൊടുത്തു വിട്ടൂടാ. ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. ഇവിടുന്ന് ആച്ചൂട്ടിന് ആരൂട്ടിന് വലിയ പ്രശ്നമില്ല. ആച്ചുവിന് ചിക്കൻ ഇല്ലാണ്ട് പറ്റുകയില്ല കേട്ടോ. അപ്പം അവരുടെ സ്കൂളിൽ എന്ന് വെച്ചാൽ ചിക്കനും മീനൊന്നും കൊടുത്തു വിടാത്തത് കൊണ്ടൊരു സമാധാനമാണ്. രാവിലെയും ഉച്ചക്കൊന്നും നോൺ വെജ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വൈകുന്നേരം വന്നാൽ പിന്നെ എന്തെങ്കിലും ആക്കും കേട്ടോ. മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഒരു നേരം കൊടുക്കലുണ്ട്. പക്ഷേ 2 നേരം സ്കൂളിൽ പോകുന്ന ദിവസമായതുകൊണ്ട് അത് ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവർക്ക് എഗ്ഗ് ഫ്രൈഡ് റൈസ് കൊടുത്തേച്ചതുകൊണ്ട് നമുക്കിന്ന് സിമ്പിളായിട്ട് മീൻകറിയും മോരുകറിയിലും ഒതുക്കി കേട്ടോ. പിന്നെ അമ്മമ്മക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട. നമുക്കും ഈ പ്രത്യേകിച്ച് ഒരുപാട് കറിയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് സാലഡെല്ലാം മിക്സ് ചെയ്ത് അമ്മമ്മക്ക് പിന്നെ പല്ലില്ലാത്തതുകൊണ്ട് സാലഡൊന്നും കഴിക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ട് അമ്മമ്മ ആ മീൻകറിയും മോരുകറിയും കൂട്ടിയിട്ട് കഴിക്കലാന്നേ. നല്ല അടിപൊളി ഏട്ടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ അതായത് നമ്മുടെ മല്ലിപ്പൊടി ഇല്ലേ, മല്ലിപ്പൊടി ഇട്ടിട്ട് വെക്കലാണെങ്കിൽ നല്ല ചിക്കൻ വെച്ച ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇന്ന് പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി തേങ്ങ അരച്ച മോര് കറി ഉള്ളത് കൊണ്ട് അതും കൂടി തേങ്ങ അരക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അതിന് നിന്നിട്ടില്ല. അപ്പം അങ്ങനെ എന്താ പറയുക, അമ്മമ്മ അതാ കഴിച്ചുകൊണ്ടിരിക്കലാന്ന്. അമ്മ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ചോറെല്ലാം തിന്നിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം പതിവാണല്ലോ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഇന്നലെ അല്ല 2 ദിവസമായി കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. അപ്പോൾ നല്ലവണ്ണം പഴുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒന്നുകൂടി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിന്ന് ആരൂട്ടിനും അച്ചൂട്ടിനും സ്കൂളിൽ പോകുമ്പം സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കും. ഇതിന് നല്ല പഴുപ്പ് വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് മുളുന്നേ വീണതല്ലേ. അതുകൊണ്ട് അവിടെ ഇവിടെ എന്തായാലും ഞെങ്ങിയിട്ടെല്ലാം കാണുന്നുണ്ട്. മുറിക്കുമ്പോൾ അറിയാം ഇനി പായസം പോലെ ആവുമോ എന്നുള്ളത്. അപ്പോഴേക്കും എന്താ അമ്മ ഒരു കൊല എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതമ്മ കഷ്ടപ്പെട്ട് നട്ട വഴാന്ന് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി വരുന്നതാണ്. ഒരു കൊല ദാ അവിടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താ ഒരു കൊല അവിടെ ഉണ്ട്. അത് പഴുത്ത് നമ്മൾ ഏകദേശം തിന്ന് കഴിയാനായി കേട്ടാ. ഇതും പഴുത്തു തുടങ്ങി കേട്ടാ. പഴുക്കുമ്പോൾ എല്ലാം ഒരുമിച്ചാന്ന് പഴുക്കും. അതാന്ന് വിഷമല്ലേ മേ. അപ്പൊ നമുക്കിത് മുറിച്ചാലോ? ഞാൻ നട്ട പഴാണ്. അപ്പോൾ പഴുത്തോണ്ട് നോക്കുമ്പോൾ നല്ല നല്ല ഒരു മനസ്സിൽ നല്ല ഇതായി. എന്നുവെച്ചാൽ ചെറുതായാലും വലുതായാലും നമുക്ക് വിഷമില്ലാണ്ട് കഴിക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു കപ്പക്കായ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പഴുത്തു പോയാൽ സംശയമുണ്ട്. ഇത് കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ. ആരൂട്ടിനെ വെച്ചുകൊണ്ടിരാന്ന്. ഇത് പറിച്ചാടന്നെ പോയി കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പം നല്ല മധുരമാണല്ലേ മേ. നല്ല മധുരം ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് പഴുത്തു പോയി നമുക്ക് തോന്നുന്നു. കുറച്ച് നല്ലോണം പഴുത്തു പോയിട്ടു കേട്ടോ. ഇതിൻ്റെ ചെറുതായിരുന്നു മറ്റേത് 2 അത് ഇന്ന് ഞാൻ 1 മുറിച്ചിട്ട് ആരൂട്ടിൻ്റെ സ്നാക്ക് ബോക്സിൽ വെച്ചു. അതെ. പിന്നെ ആ മറ്റേത് 2 പിന്നെ കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മുറിക്കാൻ അതിലടുക്ക് നമ്മളെ കൊലയും പഴുത്തു. അപ്പോൾ പിന്നെ പഴവും തിന്നലായി. എല്ലാം കൂടി ഒരുമിച്ച് തിന്നാനാവണ്ടേ. ഇതിപ്പം ഇന്ന് മുറിച്ചില്ലെങ്കിൽ നമുക്ക് ഒട്ടും തിന്നാനാവില്ല. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതെ എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും മുറിച്ച് നോക്കാം. ടേസ്റ്റ് നല്ല മധുരമാണ് കേട്ടോ. ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നല്ല മധുരമാണ്. പക്ഷേ കുറച്ച് മക്കൾക്ക് പിന്നെ പാൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ചു കൊടുത്തേ. ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ. പപ്പായ നല്ല ഹെൽത്തിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഇതുപോലൊരു ഉണ്ടാകുന്നത്. വീട്ടിൽ ഓരോ കപ്പ വേണം. ഒന്നങ്ങനെ കപ്പക്കായി പറ്റുന്നത്. നമ്മൾ ഇന്നാൾ പോകുമ്പോൾ കണ്ടില്ല ഓരോ കപ്പ വീട്ടിൽ ഒരു കപ്പയില്ല, വീടില്ല. അങ്ങനെ വീടല്ല ആർക്കും വേണ്ട. അത് വീട് അതുപോലെ തന്നെ കൊട്ടി മുട്ടങ്ങനാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വലിയൊക്കെ പോകുമ്പോൾ എത്രയാണ് ഓരോ വീട്ടിലുള്ളത്. പക്ഷേ ഇവിടെ കപ്പയുണ്ട്. എല്ലാം പോയിട്ടാണ് ഇവിടെ എത്ര കപ്പയില്ല. ആരെല്ലാം കൊണ്ടുപോയി കപ്പക്കായി. ഇത് നോക്കിയട്ടെ അമ്മമ്മേൻ്റെ കൈ കണ്ടേ. ഇത് നോക്കിയട്ടെ, ഞാൻ ഇന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടാ. നല്ല സുന്ദരിയായിട്ടില്ലേ. കാലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മമ്മക്ക് ഇങ്ങനെ നെയിൽ പോളിഷ് എല്ലാം വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വെക്കുന്ന സമയത്ത് അമ്മമ്മക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 2-3 നെയിൽ പോളിഷെല്ലാം കൊടുത്തിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അമ്മമ്മക്ക് സ്വന്തക്ക് വെക്കാനാവില്ല. അതുകൊണ്ട് കൈക്കും കാലിനെല്ലാം ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ.
അപ്പം അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ നമ്മൾ വെക്കുമ്പോൾ അമ്മമ്മക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അതെ, അമ്മമ്മക്ക് നെറ്റിയിൽ ഒരു പൊട്ട് വെച്ച് കൊടുത്താൽ അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ആരോട്ടിന് വെച്ച് കൊടുക്കുന്നത് നോക്കിയട്ടെ, നെറ്റിയിൽ എപ്പോഴും ഒരു പൊട്ടുണ്ടാവും. എന്താ കണ്ട ഇവിടെ വന്നാൽ ഞാൻ ഇങ്ങനെ ബാക്കിൽ പോയിട്ട് വെച്ചെടുത്തോളൂ. നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതെല്ലാം കുറേ സമയം ആ നഖം നോക്കി കുറേ സമയം നിന്നു. അത് പൗഡറാണ് കേട്ടോ. ആരോട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മമ്മേനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ മുഖം പിടിച്ചിങ്ങനെ വലിക്കും കേട്ടോ. എന്നിട്ട് മുഖത്തെല്ലാം പൗഡറിൽ ഇട്ട് കൊടുക്കും. അത് അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ വയസ്സാകും തോറും കുട്ടിക്കളിയല്ലേ ഉണ്ടാവുക. നമ്മൾ കുട്ടികളെ പോലെ തന്നെയാണ് വയസ്സായവരെന്നാണ് പറയുക. അപ്പം നമുക്ക് അവരെത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും ബെറ്ററാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നെയിൽ പോളിഷ് എല്ലാം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു രസമാണ്. കുറേ സമയം നോക്കി നിന്നു കേട്ടോ അമ്മമ്മ നെയിൽ പോളിഷ് വെച്ചത്. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം അതാ അങ്ങനെതാ നമ്മുടെ കപ്പക്ക മുറിച്ചുവിട്ട. നമ്മുടെ അടുത്ത് കപ്പക്ക എന്ന് പറയും, ചില സ്ഥലത്ത് നമ്മ കർമൂസ് എന്നെല്ലാം പറയും കേട്ടോ. ഇതിന് നമ്മളിവിടെ കപ്പക്ക എന്നാ പറയല്. പപ്പായ, കപ്പക്ക, കർമൂസ് ഇങ്ങനെയൊക്കെ പറയും. കുറച്ച് നല്ലോണം അത് എനിക്കൊന്ന് മൂളുന്നേ വീണോണ്ടാന്ന് തോന്നുന്നു ഉടഞ്ഞു പോയിനല്ലേ. കുറച്ച് നല്ലോണം പഴുത്തിന്. പക്ഷെ നോക്കിയട്ടെ മധുരം. അമ്മമ്മ ഒന്ന് കഴിച്ചു നോക്കിയേ, കഴിച്ചേ. നല്ല മധുരമുണ്ട്. അപ്പം നമ്മളെല്ലാവരും വീട്ടിലും ഇതുപോലെ ഒരു കപ്പത്തായി നട്ടാൽ ഫ്രഷ് ആയിട്ട് ഇതുപോലെ കപ്പക്കായി തിന്നാട്ടോ. നല്ല പഴുത്തിട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കപ്പക്ക ഓലനും അതുപോലെ തന്നെ കപ്പക്ക ഉപ്പേരിയും എല്ലാം ആക്കാൻ വേണ്ടി പറ്റൂട്ടോ. ഒരു പപ്പായൻ്റെ ഒരു തൈ കൊണ്ട് നട്ടാൽ ഇപ്പം എന്താ പറയുക വേഗം ഉണ്ടാകുന്ന തൈയെല്ലാം നമ്മളെ ഫാമിൽ ഉണ്ടാവും അല്ലേ മേ? അതെ അതെ, അതുകൊണ്ട് എന്താ പറയുക എല്ലാവരുടെ വീട്ടിലും ഒരു കപ്പക്കായി ഉണ്ടാകുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടപ്പാ. കുറവന്നെ ഇപ്പൊ ഇല്ലാതെ. ഇല്ലെങ്കിൽ ചട്ടിയിലെങ്കിലും വെച്ചിട്ട് നടന്നവരുണ്ട് ഇപ്പൊ. അപ്പം അങ്ങനെ നമുക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മളൊരു മധുരം കഴിക്കില്ല. എന്നിട്ട് ആടെയിടെല്ലാം കുരുവായിട്ടുണ്ട്. വൃത്തിയായിട്ടില്ല മെമ്മ വൃത്തിയാക്കിയത്. കഴിക്കുമ്പോൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ടല്ലേ. കഴിക്കുന്നവർക്കൊരു പണിയാക്കാൻ വേണ്ടി അമ്മ വെച്ചതാണേ. അപ്പം എന്തായാലും ഞാനൊരു കഷ്ണം എടുത്ത് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല. നല്ല മധുരമുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചിലത് ലക്കിക്ക് കിട്ടിപ്പോലെ നല്ല മധുരമുള്ളത്. പിന്നെ ചിലത് കിട്ടുമ്പോൾ അങ്ങനെ വലിയ മധുരം കാണലില്ല. അപ്പോഴും അതിന് അണുങ്ങ് വന്നിട്ട് കേട്ടതാ അണുങ്ങ് വറക്കുന്നുണ്ട്. അപ്പം എന്താ നമ്മുടെ കൊലി കൂടി ഉണ്ട് കേട്ടോ. ഏത് തിന്നണമെന്ന് ഇവിടെ കൺഫ്യൂഷനാണല്ലേ മേ. അപ്പം നമ്മൾ കപ്പക്കെല്ലാം നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ട് വരാം കേട്ടോ. അതാ കട്ട് ചെയ്ത് വെച്ചു, എനിക്ക് കഴിക്കേണ്ട പണിയേ ഉള്ളൂ. കഴിക്കാമല്ലേ മേ? അപ്പോൾ നമ്മുടെ കപ്പക്കെല്ലാം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ മാളിൽ പോയാൽ മേടിച്ച നെല്ലിക്കയാണേ. നമുക്ക് എന്തായാലും അത് ഉപ്പിലിട്ട് വെക്കാമല്ലോ എന്ന് വെച്ചു. കാരണം പിന്നെ അത് കുറേ വെച്ചാൽ അത് ഒന്ന് കേടായി പോയിട്ടുണ്ട്. സഞ്ചിയിൽ കെട്ടി വെച്ചത് മാറ്റി വെക്കാൻ വിട്ടുപോയേ. അപ്പോൾ അത് നമുക്ക് ഉപ്പിലിട്ട് വെക്കാമല്ലോ എന്ന് വെച്ചു. നല്ല വൈറ്റമിൻ സിയുടെ കലവറയാണ് കേട്ടോ നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പം പച്ച കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്. ഉപ്പിലിട്ട് വെച്ചാൽ പിന്നെയും കഴിക്കും കേട്ടോ കുട്ടികളെല്ലാം. അപ്പം എന്താ പറയുക, നമ്മളെപ്പോഴും ഇട്ട് വെക്കുന്നതാണ്. അപ്പോൾ ആദ്യം മുന്നേ ഉള്ള നെല്ലിക്ക വേറൊന്നിലേക്ക് മാറ്റി വെച്ചു. ഇതുപോലെ കുപ്പി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കുപ്പിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാൻ ബെറ്റർ എന്ന് പറയുന്നത് ഇതുപോലത്തെ കുപ്പിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകും. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നെല്ലിക്കയും അതുപോലെ വെള്ളത്തിൻ്റെ അംശം പാടില്ല, നന്നായിട്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 കീറി വെച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പെന്ന പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ കീറി വെച്ച് കൊടുക്കാം നമുക്ക്. എന്നാൽ ഉപ്പും മുളകെല്ലാം നല്ലോണം പിടിക്കും കേട്ടോ.
പിന്നെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന ഉപ്പിലിട്ട നെല്ലിക്ക ഓക്കെ വല്ലപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കിയ നെല്ലിക്കേൻ്റെ ടേസ്റ്റ് അല്ല കടയിൽ വാങ്ങുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഓവർ വിനാഗിരി യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്കും അറിയില്ല, പറഞ്ഞ പോലെ വേറെ എന്തോ ഉണ്ട് ഇടുന്നുണ്ട്. അത് ഓവറായിട്ട് വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കതിൻ്റെ കറക്റ്റ് സംഭവം എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ വാങ്ങിക്കലുണ്ട് കേട്ടോ ഇതുപോലെ. എന്താ പറയുക, പെട്ടിക്കടയിൽ വാങ്ങുമല്ലോ, പെട്ടിക്കടയിലെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടാവും. നെല്ലിക്ക ഇഷ്ടമാണ്. നെല്ലിക്ക മാങ്ങയെല്ലാം ഇപ്പം സുലഭമായിട്ട് കിട്ടും കേട്ടോ. നമ്മൾക്ക് ഉപ്പിലിട്ട കടാന്ന് മാത്രം അവിടെ എന്താ പറയുക ടൗൺ ഏരിയയിലെല്ലാം കാണാം, ഉപ്പിലിട്ടത് മാത്രം കിട്ടുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടാൽ കൊതി തോന്നിയിട്ട് വാങ്ങിക്കും. പക്ഷേ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ തെറ്റില്ല. ഡെയിലി ആക്കുന്നത് എന്തായാലും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഡെയിലി ഇതുപോലെ കൊതിയുള്ളവർ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഉപ്പിലിട്ട് വെക്കുക വീട്ടിൽ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വേറെ മായൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനും പറ്റില്ല. വാങ്ങിച്ചിട്ടില്ല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പം നല്ല നെല്ലിക്ക, പക്ഷേ ചെറുതാണ്, ഇത്ര വണ്ണം ഉണ്ടാവില്ല, പക്ഷെ നല്ല നെല്ലിക്ക. ഇപ്പോൾ നാട്ടിലുള്ള ആരാ ഇപ്പം പറിക്കുന്നു, ആരാ കൊടുക്കുന്നു? അതിപ്പം എന്ന് വെച്ചാൽ നമുക്ക് ടൗണിലാണെങ്കിലും ഏത് കടയിൽ പോയാലും നെല്ലിക്ക വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, ഇതുപോലെ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയും ആരോട്ടിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കൂടുതൽ കാന്താരി ഉണ്ട്, അവർ കഴിക്കുമെന്ന് പറയുന്നത്. ഇതിന് പച്ചമുളകിനേക്കാളും ബെറ്റർ കാന്താരിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച കാന്താരി ഉണ്ട്, അതും കൂടി കാണിക്കാതാ കണ്ട, പഴുത്ത് പോയിട്ടാ. ഇതിപ്പോൾ കീറിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ല എരി വരും. അപ്പോൾ പിന്നെ കീറിയിടാൻ നിൽക്കുന്നില്ല, ഇതിൻ്റെ അകത്തേക്ക് വെറുങ്ങനെ ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ചോറൊന്നും ആണെങ്കിലും ഒരു നെല്ലിക്കൻ്റെ ഒരു കഷ്ണവും ആ ഒരു കാന്താരിയും എല്ലാം കടിക്കാനൊരു ടേസ്റ്റ് അല്ലേ. അപ്പം നമുക്ക് ആവശ്യമായിട്ട് ഉള്ള നെല്ലിക്ക ആദ്യം നെല്ലിക്ക ഇട്ടെടുക്കുക. കല്ലുപ്പാണ് കേട്ടോ ബെറ്റർ, പക്ഷേ കല്ലുപ്പില്ല, കല്ലുപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ, കല്ലുപ്പ് കഴിഞ്ഞു പോയിട്ടു. അപ്പോൾ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും അതുപോലെ ചൂടാറിയ ചൂടുവെള്ളമാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഉപ്പിലിടൽ. ഓരോരാൾ ഓരോ തരമായിരിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, അതുപോലെ തന്നെ വിനാഗിരിയും അതുപോലെ എന്താ പറയുക നമ്മുടെ കാന്താരിയും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക റെഡിയാവും കേട്ടോ. 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉപ്പിലിടൽ. ഇത്രയേ ഉള്ളൂ നെല്ലിക്ക. ഇനിയിപ്പം കുറച്ചുകൂടി വാങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ അതാ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചൂടുവെള്ളം, തിളച്ച വെള്ളം തണിഞ്ഞതാണ്, നല്ലോണം തിളപ്പിച്ച വെള്ളമാണ്. അത് തണിഞ്ഞിട്ടുണ്ട്, നല്ല തണിഞ്ഞതാണ് കേട്ടോ. ചൂടുവെള്ളം ഞങ്ങൾ ഇതിനകത്ത് ഒഴിക്കലില്ല, നമ്മൾ ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യൽ. പിന്നെ തിളപ്പിച്ചാറിയ ചൂടുവെള്ളം അതുപോലെ തന്നെ വിനാഗിരി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. കല്ലുപ്പാന്ന് ഇടൽ, പക്ഷെ കല്ലുപ്പ് തീർന്നു പോയി. പക്ഷെ ഇങ്ങനെ ആക്കിയാൽ മിണ്ടം വരില്ല. മുകളിലൊരിങ്ങനെ പൂപ്പ് വരുന്ന പോലെ അല്ലേ, ആ പൂപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ആക്കിയിരുന്നു. കാരണം നമ്മൾ വേറെ പച്ചവെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കുന്നു, പച്ചവെള്ളത്തിൻ്റെ ഒരു അംശമൊന്നും ഇല്ലല്ലോ. അപ്പം നന്നായിട്ട് കിട്ടും കേട്ടോ. നല്ല കറുമുറും ആവും, നല്ല ടേസ്റ്റ് വന്നതാ. ആവശ്യത്തിന് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കേ. മതിയാവും. ഓൾറെഡി നെല്ലിക്കൊക്കെ പുളിയുള്ളത് കൊണ്ട് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തിന് കാന്താരി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരിയാണ് ടേസ്റ്റ് കേട്ടോ. പച്ചമുളകിനേക്കാളും കാന്താരി ഇടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതേ നോക്കിയേ, കളർഫുൾ ആയിട്ടില്ലേ. അപ്പോൾ ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടാകുമ്പം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ഒരു 2 ദിവസം 3 ദിവസമേ വേണ്ടൂ, അപ്പോഴേക്കും നല്ല കറുമുറും അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക കിട്ടും കേട്ടോ. വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി ഇടണം ഇതിൻ്റെ അകത്തേക്ക്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് നമ്മുടെ നാരങ്ങ നെല്ലിക്ക ഉപ്പിലിട്ടത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, 2 ദിവസം 3 ദിവസമേ വേണ്ടു അല്ലേ മേ. അപ്പോൾ ഇതിൻ്റെ 2-3 ദിവസം കൊണ്ട് കളറിലൊന്ന് ചേഞ്ചായി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് അത്രയേ ഉള്ളൂ അല്ലേ നമ്മളെ വീഡിയോ. ഇതിൻ്റെ വെള്ളം മാത്രം കുറച്ച് എടുത്തിട്ട് പിന്നെ ദാഹത്തിൽ കുടിക്കാൻ സൂപ്പർ, അതിനകത്ത് ഒഴിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അല്ലേ, ഒരു കുഞ്ഞു വീഡിയോ അല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ.